ഇദ്ദേഹവും ഒരു പ്രവാസിയാണ്. ജീവിതം വളരെ നന്നായി പോകുന്നുണ്ട്. ഭാര്യ സുന്നി കുടുംബത്തിൽപ്പെട്ട ആളാണ്. അവളെ ഷിർക്ക് ചെയ്യാത്ത, ബിദഅത്ത് ചെയ്യാത്ത ഒരു ഉത്തമ ഭാര്യയാക്കി മാറ്റണം. പല രീതിയിലും അവളോട് ഞാൻ സംസാരിച്ച് നോക്കി. ഷിർക്കിൻ്റെ ഗൗരവം മറ്റൊക്കെ മനസ്സിലാക്കിയതുകൊണ്ടാണ്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, അവൾ നന്നായി വരുന്നില്ല. ഞങ്ങൾ തമ്മിലെ സ്നേഹത്തിനൊന്നും യാതൊരു കുറവുമില്ല. എങ്ങനെ ഞാൻ പരിഹരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം. ഇതിപ്പോൾ നമ്മളെന്താ നമ്മൾ സാധാരണ നമ്മൾ കേൾക്കുന്ന എല്ലാ വിഷമങ്ങളെക്കാളും വളരെ വലിയൊരു വിഷമാണിത്. അതെ. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ആദർശം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അതെ. അപ്പോൾ നമ്മുടെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ അത് ദുനിയാവിൽ അവസാനിക്കണമെന്നല്ലല്ലോ, നമ്മൾ പരലോകത്തും നീണ്ടു കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഈ വിശ്വാസവും തൗഹീദൊന്നും ഉൾക്കൊണ്ടില്ലെങ്കിൽ നാളെ ഭാര്യ എൻ്റെ കൂടെ ഇല്ലാതിരിക്കുമോ എന്നത് ഒരു ഭർത്താവിനെ സംബന്ധിച്ച്, സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുള്ള ഒരു വിഷയമാണ്. രണ്ടാമത്തെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള യോജിപ്പാണല്ലോ എല്ലാ കാര്യത്തെയും വിജയിപ്പിക്കണത്. ഇപ്പോൾ ഭർത്താവ് ഒരു ദൂരത്തിൻ്റെ ആളാണ്, ഭാര്യ മഹാപിശുക്കിൻ്റെ ആളാണ്, പ്രയാസങ്ങൾ ഉണ്ടാവില്ലേ. വളരെ ഔദാര്യത്തിൻ്റെ വിശാല മനസ്കതയാണ് ഭാര്യയ്ക്കുള്ളത്. എന്നാൽ ഒരാളെയും സഹായിക്കുന്നതാണ് ഭർത്താവിനുള്ളത്. നല്ല കുടുംബ ബന്ധം ചേർക്കണം എന്നുള്ളൊരു ആശയക്കാരത്തെയാണ് ഭാര്യ. കുടുംബങ്ങളൊന്നും അത്ര വലിയൊരു വിഷയമല്ല എന്ന് ചിന്തിക്കും. ഇതൊക്കെ ഈ ആശയപ്പൊരുത്തങ്ങളില്ലായിരിക്കും. ആ രംഗത്ത് ആദർശപരമായ പൊരുത്തം എന്നുള്ളതും ഇതേപോലെ വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ ഒരു കാര്യത്തിനും യോജിപ്പുണ്ടാകാൻ പറ്റൂല. ഒരു കുട്ടി ഉണ്ടായാൽ അതിൻ്റെ ചടങ്ങുകൾ എന്ത് ചെയ്യണം, രണ്ടഭിപ്രായം ഉണ്ടാവുക. ഒരു വീടുണ്ടാക്കുമ്പോൾ എങ്ങനെ തുടങ്ങണം, എങ്ങനെ കയറി താമസിക്കണം, രണ്ടഭിപ്രായം ഉണ്ടാവുക. ഒരു കുട്ടിനെ മദ്രസിൽ ചേർക്കണം, ഏത് മദ്രസിൽ ചേർക്കണം. അപ്പോൾ ആദർശപരമായ വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊരു തൗഹീദിൻ്റെ ആദർശമുള്ള ഒരു പെൺകുട്ടിയെ എന്താണ് ഒരു ഷിർക്കിൻ്റെ ആദർശമുള്ള കുടുംബത്തിലേക്ക് കഴിക്കരുത്. അതേപോലെ തന്നെ തൗഹീദിൻ്റെ ആദർശമുള്ള ഒരാൾ പൊതുവെ ആ ആദർശമില്ലാത്തൊരു വിവാഹം കഴിക്കരുത്. കാരണം പണമില്ലാത്തൊരു വിവാഹം കഴിക്കാൻ പണക്കാരാവാം, അതെ, മനസ്സിലല്ലേ, എന്തും ഉണ്ടാവാം. പക്ഷേ ആദർശവും ദീനും ഉണ്ടാക്കാമെന്ന് നമുക്ക് വലിയ ധൈര്യം പറയാൻ പറ്റില്ല. അതെ, കാരണം അത് പ്രവാചകന്മാർക്ക് പോലും പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഭാര്യമാരുടെ കാര്യത്തിൽ, ബന്ധുക്കളുടെ കാര്യത്തിൽ, മാതാപിതാക്കളുടെ കാര്യത്തിലൊക്കെ പല പ്രവാചകന്മാർക്കും അത് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കല്യാണം കഴിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മൾ ആദർശിക്കോളും എന്ന അത്ര ധൈര്യത്തിൽ നമുക്ക് പറയാം. അഥവാ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രയാസം വല്ലാതെ അനുഭവപ്പെടും. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പോലെയാണ് ആ ചോദ്യം വായിക്കുമ്പോൾ തോന്നുന്നത്. കാരണം ഈ വിഷയത്തിലല്ല ഞാൻ പറഞ്ഞത്, അത് ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല, അങ്ങനെ പറയണ്ടേ. അപ്പോൾ ശരിക്കും ഇങ്ങനെ വരാൻ പാടില്ല. അതായത് നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല മാനസിക ഇഷ്ടത്തിലാണെങ്കിൽ സ്വാഭാവികമായും നമുക്ക് പരസ്പരം പരിക്കില്ലാത്ത കാര്യങ്ങളൊക്കെ പരമാവധി അത് അക്കമഡേറ്റ് ചെയ്ത് കൊടുക്കും. അതെ. ഇപ്പോൾ ഒരു ഭാര്യക്ക് അങ്ങനെ ഔട്ടിംഗ് ഒന്നും അത്ര ഇഷ്ടമല്ല, പുറത്തു പോലൊന്നും അത്ര ഇഷ്ടമല്ല എന്ന് വിചാരിച്ചോളൂ. പക്ഷെ ഭർത്താവിന് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ പുറത്തു പോയി നമുക്ക് വിരോധമല്ല, പക്ഷെ അവരൊക്കെ അത് അത്ര എൻജോയ്മെൻ്റ് ആയി തോന്നുന്നില്ല. അപ്പോൾ അത് ഭർത്താവിൻ്റെ ആഗ്രഹമല്ലേ, കൂടെ പോയി കൊടുക്കാമെന്ന് അവർ വിചാരിക്കും. കാരണം അവിടെ അവർക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവണില്ല. അവർക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത കാര്യത്തിൽ സ്നേഹമുണ്ടാകുമ്പോൾ നമ്മൾ പരസ്പരം, നമ്മൾ സ്നേഹിക്കുന്ന ഏതൊരാൾക്ക് വേണ്ടിയും നമ്മൾ എന്ത് ചെയ്യും, പ്രത്യേകിച്ച് നമുക്ക് മതപരമായോ മറ്റോ പ്രശ്നങ്ങളില്ലാത്ത കാര്യങ്ങൾ പരമാവധി നമ്മൾ അവരോട് സഹകരിക്കുമല്ലോ, അങ്ങനെ സ്നേഹം നിലനിൽക്കും. അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ആദർശപരമായി താൻ വിശ്വസിക്കുന്നതാണ് ശരിയെന്ന് ആര് വിശ്വസിക്കുന്നുണ്ട്? ആ സ്ത്രീ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ശരിക്ക് എതിരെ പ്രവർത്തിച്ചാൽ അതെൻ്റെ ദീനിനെയും പരലോകത്തെയും ബാധിക്കുമെന്നാണ് അവർ വിശ്വസിക്കണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യൂല, ഭർത്താവിനോട് സഹകരിക്കൂല. ഇപ്പോൾ ഇവരൊരു തൗഹീദ് ആശയക്കാരത്തി എന്ന് വിചാരിച്ചോളുന്നു. അതെ, ഈ സ്ത്രീ ഭർത്താവ് നേരെ നമ്മളോട് പരാതി പറഞ്ഞ ഭർത്താവ് നേരെ ഒരു എതിർ ആശയക്കാരനാണ്. അതെ. അപ്പോൾ ഇവർ എന്തിനു വിട്ടുവെച്ചിട്ട് തയ്യാറാവോ? ഒരു മുജാഹിദ് ഫാമിലിയിൽ നിന്ന് വന്നൊരു സ്ത്രീ ആണെങ്കിൽ അവരെന്തെങ്കിലും വിട്ടുവെച്ചിട്ട് തയ്യാറാവില്ല. ഈ സ്നേഹമൊക്കെ നിലനിർത്തിക്കൊണ്ട് അവരവരുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കും. ശരിയാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം, ദീനിലൊരു കാര്യം ശരിയാണെന്ന് വിശ്വസിച്ചാൽ അതിൽ പിന്നെ കോംപ്രമൈസ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നീ ഇത് ചെയ്യണം, നീ അത് ചെയ്യണം എന്ന് പറയുന്നതിലുപരി കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ എന്ത് ചെയ്യണം, സ്മൂത്തായിട്ട് നീ പറയണത് ഞാൻ കേൾക്കാം, ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ കൂടെ നിൽക്കും, ഞാൻ പറയുന്നത് നീ കേൾക്ക്, ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നീ എൻ്റെ കൂടെ നിൽക്കും എന്ന നിലക്ക് എന്ത് ചെയ്യണം,
തുറന്ന ചർച്ച. യെസ്. അതല്ലാതെ ഞാൻ ഈ ആശയക്കാരനായതുകൊണ്ട് നീ എല്ലാം എൻ്റെ ആശയപ്രകാരം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ അത് ആർക്കും പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? തുറന്ന ചർച്ച. നിന്റെ തെളിവുകളൊക്കെ ഞാൻ കേൾക്കും, എൻ്റെ തെളിവൊക്കെ നീ കേൾക്കും. ഓരോ വിഷയവും നമുക്ക് സമഗ്രമായി ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ വിവരമുള്ളവരുടെ മുന്നിൽ പോയിരുന്ന് നമുക്ക് ചോദ്യം ചെയ്യാം. ഇങ്ങനെ മാത്രമേ ദീന് പഠിക്കാൻ പറ്റൂ. അപ്പോൾ ഇവർക്ക് ദീനിൽ എൻ്റെ ആദർശമാണ് ശരി എന്ന് ഈ സഹോദരിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ തെളിവുകളുടെയും ആശയങ്ങളുടെയും പിൻബലത്തിൽ വിജയിക്കുക എന്നതല്ലാതെ ഇത് നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ ഒന്നും അവരെ മാറ്റാൻ പറ്റില്ല. അത്തരം തുറന്ന ചർച്ചകൾക്കും അത്തരം വിഷയങ്ങൾ പഠിക്കാനുള്ള മനസ്സിലേക്കുമൊക്കെ സാഹചര്യങ്ങൾ എത്തിയാൽ ശരി നമ്മുടേതാണല്ലോ, തീർച്ചയായും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ത്രീക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ, ജീവിതം കൂടുതൽ ഭംഗിയുള്ള അവസ്ഥയിലേക്ക് പോകുമാറാവട്ടെ.